മലയാളികൾ വളരെയധികം സുപരിചിതയായിട്ടുള്ള ഒരു താരമാണ് പ്രിയ മോഹൻ. നടി പൂർണിമയുടെ സഹോദരിയാണ് പ്രിയ എന്നെല്ലാവർക്കും അറിയാം. യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്നവർക്കും സിനിമയിൽ അത്യാവശ്യം നല്ല സജീവമായിട്ടുള്ള താരങ്ങളെ നല്ലപോലെ തന്നെ സുപരിചിതമാണ്. ഇപ്പോൾ ഒരു വ്ളോഗർ കൂടിയാണ് പ്രിയ മോഹൻ. എന്നാൽ താരത്തിന് ഇപ്പോൾ പറ്റിയ അവസ്ഥയെപ്പറ്റിയും താരം ഇപ്പോൾ കടന്നു പോകുന്ന ആരോഗ്യസ്ഥിതിയെ പറ്റിയുമാണ് താരം വെളിപ്പെടുത്തി എത്തുന്നത് എന്നുകൂടി നമുക്ക് പറയാൻ സാധിക്കുന്നു. ഫൈബ്രോമയൽഗിയ എന്ന് പറയുന്ന അസുഖമാണ് ഇപ്പോൾ പ്രിയ മോഹന് ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഈ അസുഖം പൊതുവെ വരാറുണ്ട്. ആ വരുന്നതൊക്കെ തന്നെ നേരത്തെ കണ്ടുപിടിക്കാറുമുണ്ട്. എന്നാൽ പ്രിയയ്ക്ക് അത് കണ്ടുപിടിച്ചപ്പോൾ കുറച്ചുകൂടി വൈകിയിരുന്നു എന്നാണ് പ്രിയയുടെ ഭർത്താവ് ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നത്. ഫൈബ്രോമയാൾജിയ എന്ന കണ്ടീഷനെ കുറിച്ച് കുറച്ച് പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കണ്ടീഷൻ ആണെന്ന് അറിഞ്ഞിട്ട് 1 വർഷമായി എന്ന് പറയാം. ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് 6 മാസമേ ആയതുള്ളൂ. റുമറ്റോളജിസ്റ്റിനെയാണ് ഞങ്ങൾ കണ്ടത്. മരുന്നുകൾ ഏതാണെന്നൊന്നും പറയുന്നില്ല. ഓരോരുത്തരുടെയും കണ്ടീഷൻ നോക്കി ഡോക്ടറാണ് മരുന്ന് തീരുമാനിക്കേണ്ടത്. ബ്ലഡ് ടെസ്റ്റ് എടുത്താണ് ഡോക്ടർ എപ്പോഴും മരുന്ന് തന്നിരുന്നത്. സ്റ്റിറോയിഡാണ് തരുന്നത്. ഡോസ് കുറയ്ക്കുന്നില്ല, കൂട്ടുന്നുമില്ല. നേരത്തെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോലും കൈ പൊങ്ങില്ലായിരുന്നു. ബെഡിൽ നിന്നും തനിയെ എഴുന്നേൽക്കാൻ പറ്റില്ലായിരുന്നു. പാർലറിൽ പോയാണ് ഹെയർ വാഷ് ചെയ്തിരുന്നത്. ബോഡി പെയിനൊക്കെ ഇപ്പോൾ നല്ല കുറവുണ്ട്. പക്ഷെ മരുന്ന് നിർത്താൻ പേടിയാണ്. പഴയ സ്റ്റേജിലേക്ക് പോകുമോ എന്നറിയില്ല. ഇതിനൊപ്പം എക്സസൈസും വർക്കൗട്ടും ഒക്കെ തുടങ്ങാനാണ് പറഞ്ഞത്. നന്നായി നടക്കാനും പറഞ്ഞിട്ടുണ്ട്. പൊതുവെ സ്ത്രീകൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. ഡോക്ടറെ കണ്ടാലും നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും. യോഗയും എക്സസൈസും ഒക്കെ ചെയ്യുന്നത് റിലാക്സേഷനാണ്. പക്ഷെ ശരീരം ഓക്കെയാണെന്ന് ഉറപ്പിച്ചേ അത് ചെയ്യാകും. ഉറക്കം കൃത്യമാക്കിയാൽ തന്നെ പകുതി അസുഖം കുറയും. പ്രിയ മോഹൻ വീഡിയോയിൽ പറയുന്ന വാക്കുകളാണിത്. ഉറക്കത്തിൽ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. ഉറക്കം ശരിയാക്കിയാൽ തീരുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുകയുള്ളൂ. വലിയ അസുഖങ്ങളൊക്കെ പ്രായമായവർക്കാണ്. അവർക്ക് ഉറക്കം പോലും ശരിയാവണമെന്നില്ല. എന്നാൽ ഉറക്കം ശരിയായാലും എല്ലാ പ്രശ്നങ്ങളും തീരണമെന്നില്ല. പക്ഷെ ഒരു ആവറേജ് മിഡിൽ ഏജ് വരെയും നിങ്ങൾ ഏകദേശം നല്ലപോലെ ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊരു സത്യം തന്നെയാണെന്ന് കൂടി പറയുന്നു. 6 മാസമായി റുമറ്റോളജിസ്റ്റിന്റെ ചികിത്സയിൽ സ്റ്റിറോയിഡ് മരുന്ന് കഴിക്കുന്നതിലൂടെ കഠിനമായ ശരീരവേദനയ്ക്ക് കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്കിലും മരുന്ന് നിർത്തിയാൽ രോഗം പഴയ അവസ്ഥയിലേക്ക് മടങ്ങുമോ എന്ന ആശങ്കയും അവർ പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രിയ മോഹൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പ്രിയ മോഹൻ ഇത്തരത്തിൽ അസുഖത്തെക്കുറിച്ച് തുറന്നു പറയുകയും അത് മറ്റുള്ളവർക്ക് വരുമ്പോൾ അവർക്ക് എങ്ങനെ അത് തരണം ചെയ്യണമെന്നും അവർ ഒറ്റയ്ക്കല്ലെന്നും മനസ്സിലാക്കി തരുന്നു എന്നാണ് പറയുന്നത്. പലരും അസുഖം വരുമ്പോൾ ഇത്തരത്തിൽ പുറത്തു പറയാറില്ല. പലരും സൂക്ഷിച്ചു വയ്ക്കും. പലരും ഇതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ മാറ്റിവെക്കും. ഇത്തരത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ഏറ്റെടുക്കുന്നുണ്ട്. ഓരോരുത്തരും ഈ വാർത്തയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് പറയാനും അതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാനും സാധിക്കും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.